Good morning. Welcome to Karma Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാങ്കുകാർക്കും SSCക്കാർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോർഡ് മാസ് റൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ വി ബോർഡ് മാസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. വി ബോർഡ് മാസ്. ആ വി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വിൻകുലം അല്ലെങ്കിൽ ലൈൻ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബാർ എന്ന മീനിങ് ഉള്ള വി ബോർഡ് മാസ്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ബ്രാക്കറ്റ്. ഒ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ഡി ഫോർ ഡിവിഷൻ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഉള്ള ഇത് തന്നെ. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. എ ഫോർ അഡീഷൻ, എസ് ഫോർ സബ്ട്രാക്ഷൻ. അപ്പൊ ഇങ്ങനെ വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഓർഡർ എന്ന് പറഞ്ഞ്. ആദ്യം വി അതായത് ലൈൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടത് സാധാ ബ്രാക്കറ്റ്. അതിനുശേഷം ഓർഡർ അല്ലെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞ്. അതിനുശേഷം ചെയ്യേണ്ടത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അങ്ങനെ വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. അതായത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 of 3 divided by 2. 2 of 3 divided by 2 എന്ന ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചു. 2 of 3 divided by 2. ആദ്യം ചെയ്യേണ്ടത് സോൾവിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഓഫ്, ഡിവിഷൻ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫും ഡിവിഷനേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓഫ് എന്ന സംഖ്യയാണ്. 2 of 3 divided by 2 ആണ് സോൾവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണേ, 2 of 3 എന്ന് പറഞ്ഞാൽ 2 into 3 തന്നെ ചെയ്യേണ്ടത്, അതായത് 6. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ 2 into 3 ആണ്, അഥവാ 6 എന്ന സംഖ്യ. 6 എന്ന 2 of 3 എന്ന് പറഞ്ഞാൽ 2 into 3 6 ആണ്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ 6 divided by 2 ആണ്. ആൻസർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പൊ 2 of 3 divided by 2 എന്ന് പറഞ്ഞാൽ ഓഫ് ആദ്യം സോൾവ് ചെയ്യും, അതിനുശേഷമേ ഡിവിഷൻ സോൾവ് ചെയ്യാം. ഒരു സിംപ്ലിഫിക്കേഷനിലെ ഒരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇനി ബ്രാക്കറ്റും ഓഫും ഡിവിഷനും ഉള്ള ഒരു എക്സാമ്പിൾ പറയുക. ശ്രദ്ധിക്കണേ 3 into 5 of 3 divided by 5. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലേ. ഈ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേര് ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിലെ വാല്യൂസ് ആണ്. ഈ ബ്രാക്കറ്റിലെ വാല്യൂസ് ആദ്യം സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കാരണം എന്താണ്? സോൾവിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വിൻകുല, ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ്, അത് കഴിഞ്ഞാൽ ഡിവിഷൻ, അത് കഴിഞ്ഞാൽ ഓഫ് അല്ലെങ്കിൽ ഓർഡർ, അത് കഴിഞ്ഞാൽ ഡിവിഷൻ, അത് കഴിഞ്ഞാൽ അഡീഷൻ. അങ്ങനെ വേണം സോൾവിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ആദ്യം സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് ആണ്. 3 into 5 ആണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അതിന്റെ വാല്യൂ എത്രയാണ്? 3 into 5 15 പ്ലസ് 5 of 3 divided by 5. ഇനി സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 5 of 3 ആണ്. 5 of 3 നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. 5 of 3 എന്ന് പറഞ്ഞാൽ 5 into 3 ആണ്. 5 into 3യുടെ വാല്യൂ എത്രയാണ്? 15 ആണ്. 15 പ്ലസ് 15 divided by 5. പ്ലസും വരുന്നു, ഡിവിഷനും വരുന്നു. അപ്പൊ ആദ്യം ഏത് സോൾവ് ചെയ്യും? ഡിവിഷൻ ആദ്യം സോൾവ് ചെയ്യും. 15 പ്ലസ് 15 divided by 5 എത്രയാണ്? 15 divided by 5. ആൻസർ 3 ആണ്. 15 divided by 5 3 ആണ്. ആൻഡ് ഇനി 15 പ്ലസ് 3 ആണ് നിങ്ങളുടെ ഫൈനൽ ഉത്തരം എന്നാണ്. 15 പ്ലസ് 3 ആൻസർ 18 ആണ്. അപ്പൊ ബോർഡ് മാസ് എന്ന കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഏത് സിംപ്ലിഫിക്കേഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കുക, ആദ്യം സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. അതിനുശേഷമേ ഓർഡർ അല്ലെങ്കിൽ ഓഫ് സോൾവ് ചെയ്യുക. അതിനുശേഷം എന്താണ്? ഡിവിഷൻ സോൾവ് ചെയ്യുക. ശ്രദ്ധിക്കണേ, ഈ ഓഫിന് മറ്റൊരു പേരാണ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ എന്നും ഇതിനെ വിളിക്കുക. ഓക്കെ. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ലൈൻ ബ്രാക്കറ്റ് വെച്ചുള്ള ഒരു എക്സാമ്പിൾ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യുന്നതും ഒരു ഓർഡർ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന വിൻകുലം, ബ്രാക്കറ്റ്സ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നതിനും ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യുന്നതിനും ഈ സിംപ്ലിഫിക്കേഷനിൽ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കണേ, ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഉള്ള ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രാക്കറ്റ്സ് ആണ്. ലൈൻ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ ബാർ. ലൈൻ ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ ബാർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനോ ഒരു
അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു ബാർ ഇട്ടിരുന്ന ഇതിനെ വിളിക്കുന്ന പേര് ലൈൻ ബ്രാക്കറ്റ് ആണ്. ലൈൻ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബാർ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച വെൻകുലം എന്ന് പറഞ്ഞ കാര്യം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് സിമ്പിൾ ബ്രാക്കറ്റ് ഓർ ഓപ്പൺ ബ്രാക്കറ്റ് അത് കഴിഞ്ഞ് വരുന്നത് കേർലി ബ്രാക്കറ്റ് ആണ്. കേർലി ബ്രാക്കറ്റ് അത് കഴിഞ്ഞ് വരുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇത് സോൾവ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഓർഡർ ആയിരിക്കും. അതായത് ആദ്യം സോൾവ് ചെയ്യേണ്ട ഏതാണ്? ലൈൻ ബ്രാക്കറ്റ് ആണ്. പിന്നെ സോൾവ് ചെയ്യേണ്ടത് സിമ്പിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് കേർലി ബ്രാക്കറ്റ്, ഏറ്റവും അവസാനമേ ക്ലോസ്ഡ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, 2 + 3 ഓഫ് 5 + 2 ഡിവൈഡഡ് ബൈ 7. ഒന്ന് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതായത് 2 + 3 ഓഫ് 5 + 2 ഡിവൈഡഡ് ബൈ 7. ഇവിടെ ബ്രാക്കറ്റ്സ് ഉള്ളതുകൊണ്ട് ആദ്യം സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ്സ് ആണ്. അപ്പൊ ആദ്യം ഏത് ബ്രാക്കറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഓർഡർ അനുസരിച്ച് ലൈൻ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബാർ വേണം ആദ്യം സോൾവ് ചെയ്യാൻ. ലൈൻ ബ്രാക്കറ്റ് ഇവിടെ ഏതാണുള്ളത്? അതാ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷന്റെ മുന്നിൽ ഒരു ലൈൻ വരച്ചാൽ അതിന്റെ മീനിങ് അത് ലൈൻ ബ്രാക്കറ്റ് ആണ്. അത് ആദ്യം സോൾവ് ചെയ്യും. 2 + 3 എത്രയാണ്? 5 ആണ്. 5 ഓഫ് 5 + 2 ഡിവൈഡഡ് ബൈ 7 ആണ്. 5 + 2 ഡിവൈഡഡ് ബൈ 7. ഇനി സോൾവ് ചെയ്യേണ്ട ഏതാണ്? അടുത്ത ബ്രാക്കറ്റ് ആണ്. 5 + 2 ആണ്. 5 ഓഫ്, ഇവിടെ ഡിവിഷൻ ഉണ്ടെങ്കിലും ബ്രാക്കറ്റ് വേണം ആദ്യം സോൾവ് ചെയ്യാൻ. ഡിവിഷനും ഓഫും ഉണ്ടെങ്കിലും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആണ്. 5 + 2 എത്രയാണ്? 7 ആണ്. ഡിവൈഡഡ് ബൈ 7. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ആദ്യം സോൾവ് ചെയ്യേണ്ട ഈ ഓഫ് ആണ് ഇനി സോൾവ് ചെയ്യേണ്ടത്. 5 ഓഫ് 7 എന്ന് പറഞ്ഞാൽ 5 × 7 ആണ്. നേരത്തെ ചെയ്ത എക്സാമ്പിൾ വഴി ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് മീനിങ്. 5 × 7 എന്ന് പറഞ്ഞാൽ 35 ഡിവൈഡഡ് ബൈ 7 ആണ് നിങ്ങളുടെ ഉത്തരം. ആൻസർ 5 ആണ്. ആദ്യം ഇവിടെ 5 ഓഫ് 7 ചെയ്യൂ. 5 ഓഫ് 7 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 5 ആണ് ഉത്തരം. അപ്പോൾ ബ്രാക്കറ്റ്സ് വരുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ബോർഡ് മാസ് പോലെ തന്നെയാണ് ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്യുന്നത്. ആദ്യം സോൾവ് ചെയ്യേണ്ട ലൈൻ ബ്രാക്കറ്റ് അഥവാ ബാർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സോൾവ് ചെയ്യേണ്ടത് ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് കേർലി ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം വേണം സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലൈൻ ബ്രാക്കറ്റും ഉണ്ട്, ഒരു സിമ്പിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. സിംപ്ലിഫിക്കേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ബോർഡ് മാസും ബോർഡ് മാസ്. വെറും ബോർഡ് മാസ് അല്ല, വി എന്ന മീനിങ് എന്ന് പറഞ്ഞാൽ വിൻകുലം എന്നാണ് എൻ്റെ മീനിങ്. ബാക്കി ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ലൈൻ ബ്രാക്കറ്റ് വന്നാൽ ലൈൻ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. ഏറ്റവും ആദ്യം ഏത് ടൈപ്പ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ലൈൻ ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള ടൈപ്പ് ബ്രാക്കറ്റ്സിലോട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകാൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമ്മൾ അതിൻ്റെ ബേസിക് സിംപ്ലിഫിക്കേഷൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഏറ്റവും എളുപ്പമുള്ള നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യനിലോട്ടാണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8451 + 793 + 620 - x = 6065 + 713. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സിംപ്ലിഫിക്കേഷനിലെ 8451 + 793 + 620 - x = 6065 + 713. ഇതിലെല്ലാം പ്ലസ് ആണ്. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് എക്സ് ആണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത് ഇവിടെ എല്ലാം പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം എല്ലാം സിംപ്ലിഫിക്കേഷന്റെ ഓർഡർ എന്താണ്? ബോർഡ് മാസിന്റെ ഓർഡർ എന്താണ്? B4 ബ്രാക്കറ്റ്. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും ആദ്യം അഡീഷൻ ചെയ്തിട്ട് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ. അപ്പൊ അഡീഷൻ ഇവിടെ ഏതൊക്കെ ഉണ്ട്? ലാസ്റ്റ് ഈ 3 ടേം അഡീഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അവസാനത്തെ 3 ടേമും അഡീഷൻ ആണ്. അപ്പൊ അഡീഷൻ ചെയ്യേണ്ട എല്ലാം ആദ്യമേ ആഡ് ചെയ്യും. ഇത് 3 ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? എക്സ് കാണാൻ ഇതിന് സബ്ട്രാക്ട് ചെയ്യുക. ഇത് 3 ആഡ് ചെയ്യുക. എക്സ് കാണാൻ ഈ വാല്യൂയിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. 8451 + 793 + 620 ഇതും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 4 14 16 9864. ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6605 + 713 8776. ഇത് രണ്ടും മൈനസ് ചെയ്താൽ നിങ്ങളുടെ ഉത്തരം കിട്ടും 9864 - 6778 14 6 വരും. ലാസ്റ്റ് ഓപ്ഷൻ 6 വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്ക്. ഇവിടെ എപ്പോഴേ കിട്ടിയ ആൻസർ. ലാസ്റ്റ് ഓപ്ഷൻ 6 വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ട്? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി മുഴുവനും നമുക്ക് ചെയ്യാം.
ലാസ്റ്റ് ഓപ്ഷൻ 6 വരുന്നത് ഇവിടെ തന്നെ നമുക്ക് നിർത്താം. 6 ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. ബാക്കിയും കൂടെ ചെയ്യുക. 14 ഇവിടെ എത്ര വരും? 15. ഇത് 8. ഇവിടെ 0. ഇവിടെ എത്ര വരും? 3096. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3096 ആണ്. എക്സിൻ്റെ വാല്യൂ 3096. അപ്പോൾ എക്സ് എങ്ങനെ കാണാം? ഈ എക്സ് ഇപ്പുറത്തോട്ടുണ്ട്. ഇത് നമ്മൾ ഓൾജിബ്രയുടെയും കൂടെ ആപ്ലിക്കേഷൻ വരും. ഈ എക്സ് ഇപ്പുറത്തോട്ടുണ്ട്, ഇത് 3 ആഡ് ചെയ്യുക, മൈനസ് ഇത് 2 ആഡ് ചെയ്തതിൻ്റെ വാല്യൂ കുറയ്ക്കും. അപ്പോൾ ആൻസർ 3086. ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സിംപ്ലിഫിക്കേഷനിലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറേ ഡെസിമൽ ഉള്ള വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. 811.81 പ്ലസ് കുറച്ച് വാല്യൂ ഡെസിമൽ ഉള്ള വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതൊക്കെ ഓപ്ഷനിൽ ഡെസിമൽ ഉണ്ടോന്ന് നോക്കുക. അപ്പോൾ ഡെസിമൽ 3 ഓപ്ഷനിൽ ഡെസിമൽ ഇല്ല, ബാക്കി 2 ഓപ്ഷനിൽ, ബാക്കി ഒരേ ഒരു ഓപ്ഷനിലേ ഡെസിമൽ ഉള്ളൂ. അപ്പോൾ ഈ ഡെസിമൽ വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതുകയാണ്. 811.81 പ്ലസ് 88.11 പ്ലസ് 0.88 പ്ലസ് 1.88 പ്ലസ് 8 പ്ലസ് 8. ഒന്ന് നോക്കുക ഡെസിമൽ പോയിന്റ്സ്. 81, 11, 0.88, 0.88. ഡെസിമൽ വാല്യൂസ് മാത്രം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര വരും? 8 എന്ന് പറഞ്ഞാൽ 8.00 ആയിരിക്കും വരണം. 8.00. അപ്പോൾ ഡെസിമൽ വാല്യൂ എത്ര? 81, 11, 88, പിന്നെ 88, ലാസ്റ്റത്തെ 0. അത് എഴുതേണ്ട ആവശ്യമില്ല. ഡെസിമൽ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യും. 2, 10, 18, 1, 9, 10, 18, 26, 6, 2 വരും. അപ്പം ലാസ്റ്റ് ഡെസിമൽ എപ്പോഴും 0.68 വരും. 0.68 ഡെസിമൽ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. 9C ആണ്, ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ഉത്തരവാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ലാസ്റ്റ് ഡെസിമൽ പോയിന്റ്സ് മാത്രം ആഡ് ചെയ്യുക. അതിൽ ഒരേ ഒരു ഓപ്ഷനിലെ ഡെസിമൽ പോയിന്റ് ഉള്ളൂ, 0.68. ഇനി നിങ്ങൾക്ക് ഇത് മുഴുവനും കാണണമെന്ന് വെച്ചാൽ ഇതിന് മുന്നിലുള്ള ഡെസിമൽ പോയിന്റ് കൂടി ഇട്ടൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സ്റ്റെപ്പ് ഡെസിമൽ പോയിന്റ്സ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അതിൽ ഡെസിമൽ പോയിന്റ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ 0.68 വരും. ഇനി സംശയമുള്ളവർ ഇവിടെ ഡെസിമലിന് മുമ്പ് ഈ വാല്യൂസ് എല്ലാം ഒന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ആദ്യത്തേത് ഏതാണ്? 811 പോയിന്റ്. അടുത്ത ഏതാണ്? 88 പോയിന്റ് ആണ്. അടുത്ത എത്രയാണ്? 1.88 ആണ്. പിന്നെ ഏതാണ്? 0.88 ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര വരും? 3, 11, 12. പിന്നെ ഒരു വാല്യൂയും കൂടെ ഉണ്ട്, 8ഉം കൂടെ ഉണ്ട്. അവസാനം 8ഉം കൂടെ ഉണ്ട്, 8.00യും കൂടെ ഉണ്ട്, 8.00യും കൂടെ ഉണ്ട്. ഇത് 3 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3, 11, 12, 20. 2, 3, 11, 11. ഇപ്പം എത്ര വരും? 1 വരും. ആൻസർ 910.68 വരും. 910.68. അപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ്സ് മാത്രം ആഡ് ചെയ്ത് നോക്കുക. ഡെസിമൽ പോയിന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 0.68 വരും. അപ്പോൾ അവിടെ തന്നെ നിർത്തുക. അതാണ് ആൻസർ. ഇനി സംശയം കൂടുതലുള്ളവർക്ക് ഇത് ഒന്നും കൂടെ ഫുള്ള് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഡെസിമൽ ആഡ് ചെയ്യുന്നത്? ഡെസിമൽ പോയിന്റ്സിന്റെ ശേഷം ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ക്യാരി ഓവർ ചെയ്യും. 2 ഇവിടെ എഴുതും. 2 + 1 3, 11, 12, പിന്നെ ഒരു 8ഉം കൂടെ ഉണ്ട്, 20, 0, 2 വരും. പിന്നെ എന്ത് വരും? 2, 3, 11, പിന്നെ ഒരു 9 വരും. അപ്പം 910.68 ആണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ്സിലുള്ള എല്ലാം പ്ലസ് ചെയ്യേണ്ട വാല്യൂ ആണ്. അപ്പോൾ പ്ലസ് ചെയ്ത് വയ്ക്കുക, എല്ലാം ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കിട്ടി. അല്ല, തേർഡ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. 2116 plus 692 minus x equal to 1111. 2116 plus 692 minus x equal to 1111. Find the value of x ആണ്. Find the value of x. അപ്പോൾ x ആണ് നമുക്ക് കാണേണ്ട. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇത് രണ്ടും ആഡ് ചെയ്താൽ വന്നു മൈനസ് എക്സ് ഈക്വൽ ടു 1111. ഈ എക്സ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു 2116 പ്ലസ് 692 മൈനസ് 1111. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഈ 1111 കുറയ്ക്കുക. ഈ രണ്ടും ആഡ് ചെയ്യുക, 1111 കുറയ്ക്കുക. ഇനി നമ്മൾ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ല, ഫൈനൽ യൂണിറ്റ് പ്ലേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ ഓപ്ഷനിലും അവസാനം ഒരു 7 ഉള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പം ചെയ്യേണ്ടത് ഇത് രണ്ടും ആഡ് ചെയ്യുക. 2116 692 കൂടെ കൂട്ടുക. 8 0 1 8 3
സോറി 2808 2808 ആണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് 1111 കുറയ്ക്കുക. 2808 മൈനസ് 1111 7, ഇതെത്ര വരും? 9 വരും. ഇതെത്ര വരും? 6 1. ആൻസർ 1697 ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 1697 ആണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുക. എക്സിന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യുക? ഈ 1111 കുറയ്ക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം 1111 കുറച്ച ആൻസർ എത്ര വരും? 1697 ആണ് നിങ്ങളുടെ ഉത്തരം വന്നത്. 1697 ആണ് ഉത്തരം വന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും എളുപ്പമാണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഒന്നുകിൽ മൈനസ് ചെയ്യുക. ഇവിടെ അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം ആഡ് ചെയ്യാൻ പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് രണ്ടെണ്ണം ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1111 സബ്ട്രാക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ 3, 4 ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 4 ആണ്. ക്വസ്റ്റ്യൻ 4ഉം ക്വസ്റ്റ്യൻ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ 74156 മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക് മൈനസ് 321 മൈനസ് 20 പ്ലസ് 520 ഈക്വൽ ടു 69894. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എക്സ് എന്നോ വൈ എന്നോ ഏതെങ്കിലും ഒരു അൺനോണിന്റെ വാല്യൂ ഇട്ട് കൊടുക്കും. 74156 മൈനസ് എക്സ് മൈനസ് 321 മൈനസ് 20 പ്ലസ് 520 69894. എക്സിന് കാണാൻ, എക്സിന്റെ വാല്യൂ കാണാൻ എക്സ് ഈക്വൽ ടു 74156 മൈനസ് 321 മൈനസ് 20 പ്ലസ് 520 മൈനസ് 69894. ഇനി ചെയ്യേണ്ട ഏതൊക്കെ സംഖ്യകളുടെ മുന്നിൽ നെഗറ്റീവ് ഉണ്ട്, ഏതിന്റെ മുന്നിൽ പ്ലസ് ഉണ്ട്? മൈനസ് 321 മൈനസ് 69894, ബാക്കിയുള്ള പിന്നെ മൈനസ് 20യും കൂടെ ഉണ്ട്. ഈ മൈനസ് ഉള്ള എല്ലാ സംഖ്യകളും ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. മൈനസ് ഉള്ള എല്ലാ സംഖ്യകളും ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 69894 അതിന്റെ കൂടെ 321 അതിന്റെ കൂടെ 20 കൂട്ടുക. അപ്പൊ ആൻസർ എത്ര വരും? 5 വരും. 70235 വരും. 70235. ഇനി പ്ലസ് വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക. പ്ലസ് വരുന്ന ഏതാണ്? 74156 പ്ലസ് 520യും കൂടെ കൂട്ടുക. 74676 മൈനസ് 70235. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഫൈനൽ ഉത്തരം ഒന്ന് നോക്കിക്കുക. അപ്പോ 74676 മൈനസ് 70235. 1 വരും, 4 വരും, 4 വരും, പിന്നെയും 4 വരും. ആൻസർ 4441 ആണ് നിങ്ങളുടെ ആൻസർ. 4441. അപ്പൊ ഇത് അതുപോലെ തന്നെയാണ്. മൈനസ് വരുന്ന എല്ലാ സംഖ്യകളും ആഡ് ചെയ്യുക, പ്ലസ് വരുന്ന മൈനസ് ഉള്ള സംഖ്യകളെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. പ്ലസ് വരുന്ന ഒരു സംഖ്യയുടെ മുന്നിൽ പ്ലസ് വരുന്നുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് പ്ലസ് സൈൻ തന്നെ ഇടുക. അപ്പൊ മൈനസ് വരുന്ന സംഖ്യകളെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നെഗറ്റീവ് സൈൻ 70235 ആണ് കിട്ടിയത്, അതിന്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ ഇടും. അപ്പൊ 74676 മൈനസ് 70235 എന്ന് ഉത്തരം വരും. അപ്പൊ ഫൈനൽ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 4441. ഓക്കെ, ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം ആദ്യത്തെ 4 ക്വസ്റ്റ്യനും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി. ഇനിയാണ് നമ്മൾ ബോർഡ് മാസിന്റെ റൂളിലോട്ട് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് 3/8 ഓഫ് 4/9 ഓഫ് 7/12 ഓഫ് 1080. എല്ലാം ഓഫ് വന്നു. എല്ലാം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മൾട്ടിപ്ലൈ എന്നാണ് മീനിങ്. മൾട്ടിപ്ലൈ എന്നാണ് ഓഫിന് മുന്നിൽ. അപ്പോൾ ഓഫ് വന്നാൽ ഇവിടെ എല്ലാം ഓഫ് ആണ് വന്നത്. വേറെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനും വന്നിട്ടില്ല. ഓഫ് വന്ന എല്ലാം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 3/8 ഇൻറ്റു 4/9 ഇൻറ്റു 7/12 ഇൻറ്റു 1080. ഓഫ് വന്ന എല്ലാം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 4 8 വെട്ടിക്കളയുക, 2 ആവുന്നു. ഈ 3യും
9 കൂടെ വെട്ടിക്കളഞ്ഞ് ഇതും 3 ആവുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, 12ഉം 108ഉം കട്ട് ചെയ്യാം നമുക്ക്. 12 into 9 ആണ് 108. അപ്പോൾ 9 വരുന്നു, ഒരു 90 വരുന്നു. 12ഉം 108ഉം കട്ട് ചെയ്യുക, 9 വരും. 12 into 9 ആണ് 108. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ടു, 90 ഇട്ടു. ഇനി ഇതായി 90 3യും കൂടെ കട്ട് ചെയ്യുക, അത് 30 വരും. പിന്നെ അത് ഈ 2ഉം 30യും കൂടെ കട്ട് ചെയ്യുക, 15 വരും. ഫൈനൽ ആൻസർ 15 into 7 ആണ്. 15 into 7 എത്രയാണ്? 105 ആണ് ആൻസർ. 15 into 7 105 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ശ്രദ്ധിക്കണേ, 15 into 7 105 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അപ്പൊ ഓഫ് എന്ന ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേഷൻ വന്ന ഓഫിന്റെ മീനിങ് എന്താണ്? മൾട്ടിപ്ലൈ ആണ് ഓഫ്. അപ്പൊ ഓഫും മൾട്ടിപ്ലിക്കേഷനും ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഓഫ് ചെയ്യുക, എന്നിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ ഇല്ല, എല്ലാം ഓഫ് ആണ്. അപ്പൊ ഓഫിന്റെ മീനിങ് ആണ് 3/8 into 4/9 into 7/12 into 1080. 8ഉം 4ഉം കട്ട് ചെയ്യുക, 9ഉം 3യും കട്ട് ചെയ്ത് എല്ലാ നമ്പേഴ്സും കട്ട് ചെയ്ത് കളയുക. ഇവിടെ 12 കട്ട് ചെയ്ത് എങ്ങനെയാണ്? 12 into 9 ആണ് 108. അതിന്റെ കൂട്ടത്തിൽ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര? ഇപ്പൊ ഫൈനൽ ഉത്തരം 15 into 7 105 വന്നു. 105. ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ ബി. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. പെർസെൻറ്റേജ് എന്ന് തന്നിട്ടുണ്ട്. 65%. 6th ക്വസ്റ്റ്യൻ ആണ്. 65% ഓഫ് 780 പ്ലസ് 78% ഓഫ് 650. 65% ഓഫ് 780 പ്ലസ് 78% ഓഫ് 650. അപ്പൊ ഒന്ന് ചെയ്യുക. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ബൈ 100 ആണ്. 65% എന്ന് പറഞ്ഞാൽ 65/100 ആണ്. 65/100 ആണ്. 65/100ന്റെ മീനിങ് എന്താണ്? 13/20 നമുക്ക് എഴുതാം. ഇത് കട്ട് ചെയ്താൽ 5ൽ കട്ട് ചെയ്യുക, 13 20 ആണ്. 78% എന്താണ്? 78% എന്ന് പറഞ്ഞാൽ 78/100 ആണ്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 39/15 എഴുതാം. 39/15 എഴുതാം. അപ്പൊ ചെയ്യുക എന്താണ്? 65% ഓഫ് 780 എന്ന് പറഞ്ഞാൽ എന്താണ്? 13/20 into 780 ആണ്. 13/20 into 780. കട്ട് ചെയ്യുക, ആൻസർ എത്ര വരും? 13 into 39 വരും. 13 into 39. അതുപോലെ തന്നെ 78% ഓഫ് 650 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തു 39/15 ചെയ്തു, into 650 ആണ്. ഇതും കട്ട് ചെയ്യുക, ആൻസർ 13 into 39 വരും. 13 into 39 പിന്നെയും വരും. അപ്പൊ 13 into 39 ആണ് രണ്ട് വേസിൽ. അതായത് 65% ഓഫ് 780, 78% ഓഫ് 650 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 65% ഓഫ് 780യും 78% ഓഫ് 650യും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പൊ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. 13 into 39 ആണ്. 13 into 39 ഒരിക്കൽ ചെയ്യുക, അതിന്റെ 2 times എടുക്കുക. അതിന്റെ 2 times എടുക്കുക. അതാണ് ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ളത്. 13 നമുക്ക് എഴുതാം 13 into 13 into 3 എന്ന് എഴുതാം. 13 into 13 എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ ആണ്. അതായത് 13 സ്ക്വയർ into 3 ആണ്. 13 സ്ക്വയർ 169 into 3 ആണ്. 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 507 ആണ്. 507 ആണ് 13 സ്ക്വയർ into 3 അല്ലെങ്കിൽ 13 into 13. ഇതിന്റെ ഡബിൾ ആണ് നിങ്ങളുടെ ഉത്തരം. ആൻസർ ഇതിന്റെ ഡബിൾ. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടത്. ഇതിന്റെ ആൻസറും 507 എന്ന് തന്നെ വരും. അതായത് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 2 times 507 ആണ്. അതായത് 1014 ആണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പൊ 65% 780യും 78% 650 ആദ്യമേ ഈക്വൽ ആണ്. അപ്പൊ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിൽ കിട്ടിയവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. അപ്പൊ 65% എന്ന് പറഞ്ഞാൽ 13/20 ആണ്. 78% എന്ന് പറഞ്ഞാൽ 39/50 ആണ്. 65% 780 എന്ന് പറഞ്ഞാൽ 13 into 39. 13 into 39 നമുക്ക് എളുപ്പത്തിൽ ചെയ്താൽ 13 സ്ക്വയർ into 3 ആണ്. 13 സ്ക്വയർ 169 into 3 ആണ്. 507. അത് തന്നെയാണ് അടുത്തതും വരുന്നത്. 507ന്റെ 2 times എടുത്താൽ, കാരണം ഇത് രണ്ടും ആഡ് ചെയ്യാനാണുള്ളത്. ഇതിന്റെ 2 times എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1014 ആണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ. 507ന്റെ ഡബിൾ ആണ് ആൻസർ. 1014. ശ്രദ്ധിക്കണേ, നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് 1014 കിട്ടി. 1014 എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ശ്രദ്ധിക്കണേ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. 65% 780യും 78% 650യും ഒരേ വാല്യൂ ആണ്. ഒരേ വാല്യൂ ആയതുകൊണ്ടാണ് അത് 1014 എന്ന് കിട്ടിയത്.
ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. 3 divided by 3 divided by 3 divided by 3 divided by 2 divided by 2. 4 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 2 2 കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം അതേ ഓർഡറിൽ തന്നെ പോകും. ആദ്യം ചെയ്ത ഓർഡറിൽ അതേപടി പോകും. അതായത് 3 divided by 3 ചെയ്യുക, പിന്നെ അത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുക, പിന്നെയും ഡിവൈഡഡ് ബൈ 3, പിന്നെയും ഡിവൈഡഡ് ബൈ 2, പിന്നെയും ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ 2 3 തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 2 3 തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ 2 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 divided by 3 എത്രയാണ്? ആൻസർ 1 ആണ്. 3 by 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 by 3 divided by 3 divided by 2 divided by 2 ആണ്. 1 divided by 3 എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. അപ്പൊ ഇത് എത്രയാണ്? ഇതിന്റെ ആൻസർ എത്രയാണ്? 1 by 3 ആണ്. 1 by 3 by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് 1 divided by 3 1 by 3 divided by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by 3 into 1 by 3 ആണ്, അഥവാ 1 by 9 ആണ് ആൻസർ. 1 by 9 ആണ്. ഒരു ഫ്രാക്ഷനെ ഡിവൈഡഡ് ബൈ മറ്റൊരു നമ്പർ ചെയ്താൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 by 3 into അടുത്ത നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1 by 3 into 1 by 3 1 by 9 ആണ്. 1 by 9 ആണ്. അപ്പൊ ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 1 by 9 ആണ്. 1 by 9 divided by 2 divided by 2. 1 by 9 divided by 2 എത്രയാണ്? 1 by 18 വരും. 1 by 9ന്റെ പകുതിയാണ് ഡിവൈഡഡ് ബൈ 2. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി. അപ്പൊ ഇതിന്റെ പകുതി എത്രയാണ്? 1 by 9ന്റെ പകുതിയാണ് ഡിവൈഡഡ് ബൈ 2 ചെയ്താ. ഇത്രയും ചെയ്യുമ്പോൾ എത്ര വരും? 1 by 18 വരും. അതും പിന്നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 1 by 18ന്റെ പകുതി. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. ഇതിന്റെ പകുതി എത്രയാണ്? 1 by 36 ആണ്. 1 by 36 ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 3 ഒരുമിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ 2 2 ഡിവൈഡ് ചെയ്യും. ആദ്യം 3 divided by 3 ചെയ്യും. ഫസ്റ്റ് 2 3 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ആൻസർ 1 കിട്ടും. പിന്നെ ഡിവൈഡ് ബൈ 3 1 by 3 ആണ്. 1 by 3 divided by 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 by 9 കിട്ടും. 1 by 9 ഇത്രയും 4 3 ഒരുമിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 by 9 കിട്ടും. 1 by 9 1 by 9 divided by 2 എന്ന് പറഞ്ഞാൽ 1 by 9ന്റെ പകുതിയാണ്. അതായത് 1 by 9 divided by 2 എന്ന് പറഞ്ഞാൽ 1 by 9 divided by 2 എന്ന് പറഞ്ഞാൽ 1 by 9 into 1 by 2 ആണ്. അത് 1 by 18 ആണ്. 1 by 18 divided by 2 എന്ന് പറഞ്ഞാൽ 1 by 18 into 1 by 2 ആണ്. അത് 1 by 36. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 by 9ന്റെ പകുതിയാണ് എടുക്കേണ്ടത്. 1 by 9ന്റെ പകുതി 1 by 18 ആണ്. 1 by 18ന്റെ പകുതി എത്രയാണ്? 1 by 36. ഫൈനൽ ആൻസർ 1 by 36 ആണ്. ഓപ്ഷൻ ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ 3 divided by 3 divided by ഇങ്ങനെ ചെയ്താൽ ആദ്യത്തെ 2 3 ഡിവൈഡ് ചെയ്യുക, പിന്നത്തെ നമ്പർ ഡിവൈഡ് ചെയ്യുക, പിന്നത്തെ നമ്പർ ഡിവൈഡ് ചെയ്യുക, പിന്നെ നമ്പർ ഡിവൈഡ് ചെയ്യുക, പിന്നെ നമ്പർ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ആദ്യം 2 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. 1 divided by 3 1 by 3 1 by 3 by 3 എന്ന് പറഞ്ഞാൽ 1 by 9. 1 by 9ന്റെ പകുതി എടുക്കുക. അടുത്ത 1 by ഒരു നമ്പർ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 by 36 ആണ് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 1 by 36. അപ്പൊ 6ഉം 7ഉം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 8ാമത്തെയും 9ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 8ാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകത ഫ്രാക്ഷൻസ് ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് സെക്കൻഡ് ഫ്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ 2 by 3 divided by 4 by 9 divided by 7 by 3 divided by 27 by 28. 27 by 28ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുക, പിന്നെ ഡിവൈഡ് ചെയ്യുക, പിന്നെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാണ്. 2 by 3 divided by 4 by 9 ആണ്. 2 by 3 into ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9 by 4 ആണ്. കട്ട് ചെയ്യുക, 2 വരും. ഫൈനൽ ആൻസർ 3 by 2 ആണ്. ഇനി 3 by 2 divided by 7 by 3 ചെയ്യുക. divided by 7 by 3. 3 by 2 into 3 by 7. 3 by 2 into 3 by 7 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 by 14 വരും. 9 by 14. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 9 by 14 divided by 27 by 28. 9 by 14 into ഈ നമ്പറിന്റെ റെസിപ്രോക്കൽ ചെയ്യുക. 27 by 28ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 28 by 27. 3
14ന്റെ ഡബിൾ ആണ് 28 എന്ന് പറഞ്ഞാൽ 14ന്റെ ഡബിൾ ആണ് 28 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും? 2 വരും. 9 into 3 ആണ് 27. 9 27 വെട്ടി 3 ആയിട്ട് വെട്ടും. അപ്പൊ ഫൈനൽ ഉത്തരം 2/3 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, ഫ്രാക്ഷൻസ് എല്ലാം ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക, പിന്നത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക, പിന്നത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ്. ആദ്യത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്തപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു റെസിപ്രോക്കൽ സെക്കൻഡ് ഫ്രാക്ഷൻ. ഏത് ഫ്രാക്ഷൻ ആയിരുന്നാലും ശരി, മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരുന്നാൽ മാത്രം വ്യത്യാസം വരും. ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ല, ഇതെല്ലാം ഏത് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫ്രാക്ഷനെയും ആദ്യത്തെ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുക, അതിന്റെ ആൻസർ എടുക്കുക, രണ്ടാമത്തെ ഫ്രാക്ഷൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക, അതിന്റെ ആൻസർ എടുക്കുക, ലാസ്റ്റ് ഫ്രാക്ഷൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു റെസിപ്രോക്കൽ സെക്കൻഡ് ഫ്രാക്ഷൻ. ആദ്യത്തെ 2 ഡിവൈഡ് ചെയ്ത 3/2, 3/2 ഡിവൈഡ് ബൈ 7/3, 3/2 ഇൻറ്റു 3/7 വരും. 9/14, 9/14 ഡിവൈഡ് ബൈ 27/28, 9/14 ഇൻറ്റു 28/27. ആൻസർ 2/3. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ എ. 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മിക്സ്ഡ് ഫ്രാക്ഷൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. മിക്സ്ഡ് ഫ്രാക്ഷൻ 9th ക്വസ്റ്റ്യൻ ആണ്. 3 2/7 മൈനസ് 2 1/14 മൈനസ് 1 1/7 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുക്കുന്നു. എക്സ് പ്ലസ് 2 1/14. അപ്പം എക്സ് കണ്ടുപിടിക്കാൻ 3 2/7 മൈനസ് 2 1/14 മൈനസ് 1 1/7 മൈനസ് 2 1/14. 2 1/14. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ മൈനസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ നമ്പേഴ്സ് ആദ്യം നോക്കുക. മിക്സ്ഡ് ഫ്രാക്ഷൻ ഇവിടെ എല്ലാം മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓരോ മിക്സ്ഡ് ഫ്രാക്ഷൻ മൈനസ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ആദ്യത്തെ മിക്സ്ഡ് ഫ്രാക്ഷൻ തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 2/7, 2 1/14, 1 1/7, 2 1/7. അപ്പൊ ഈ നമ്പേഴ്സ് നോക്കുക, ഫ്രാക്ഷൻ നോക്കണേ, നമ്പേഴ്സ് നോക്കുക. 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 3 - 2 എത്രയാണ്? 3 - 2. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ്, ഈ ഫ്രാക്ഷൻ അല്ല, ഈ നമ്പേഴ്സ് മാത്രമാണ് മൈനസ് ചെയ്യുന്നത്. ആദ്യം നമ്പേഴ്സ് മാത്രം മൈനസ് ചെയ്യുക. 3 - 2 - 1 - 2. 3 - 2 എത്രയാണ്? 1. 1 - 1 എത്രയാണ്? 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. -2 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ -2 ആണ്. ഇനി ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. ഫ്രാക്ഷൻസ് മൈനസ് ചെയ്ത് എങ്ങനെ കിട്ടും? ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ 2/7 ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ് എല്ലാം മൈനസ് ചെയ്യുക. ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തോട്ട് എഴുതണം. 2/7 മൈനസ് 1/14 മൈനസ് 1/7 മൈനസ് 1/14. ശ്രദ്ധിക്കണേ, ആദ്യം നമ്പേഴ്സ് എല്ലാം മൈനസ്. ഈ നമ്പേഴ്സ് 3 2 1 2 ഇതിന്റെ മുന്നിലുള്ള സൈൻ നോക്കുക. 3ന്റെ അപ്പോൾ മൈനസ് ഇവിടെ കൊടുത്തു, ഇവിടെ -1ന്റെ അവിടെ -1 കൊടുത്തു, ഇവിടെ 2ന്റെ അവിടെ -1 കൊടുത്തു. ഇനി ഫ്രാക്ഷൻസും അതുപോലെ തന്നെ 2/7 മൈനസ് 1/14 മൈനസ് 1/7 മൈനസ് 1/14. ഇതെല്ലാം ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. LCM എത്ര വരും? 14 വരും. LCM എന്ന് പറഞ്ഞാൽ 14 വരും. അപ്പൊ എന്ത് ചെയ്യുക? 4 - 1 - 2 -1. ആൻസർ ഇത് 0 വരും. ആൻസർ 0 വരും. അപ്പൊ ഫൈനൽ ഉത്തരം എന്തായാലും -2 ആയിരിക്കും. ഫൈനൽ ഉത്തരം എപ്പോഴും -2 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ മൈനസ് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആദ്യം നോക്കുക. 3 2 1 -2 വരും. അപ്പൊ 3 2 -2 എല്ലാം കൂടെ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ -2 എന്ന് ഉത്തരം കിട്ടും. -2 എന്ന് ഉത്തരം കിട്ടും. ഇനി ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ്. ഇവിടെ എത്രയാണ്? 2/7 ഉണ്ട്, -1/14 ഉണ്ട്, -1/7 ഉണ്ട്, പിന്നെ ഇവിടെ -1/14. ഇതെല്ലാം മൈനസ് ചെയ്യുക. അപ്പൊ 0 കിട്ടും. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും -2 ആണ്. എക്സിന്റെ വാല്യൂ എപ്പോഴും -2. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെയും ചെയ്യും. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടും. മിക്സ്ഡ് ഫ്രാക്ഷന് ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക, എന്നിട്ട് കൺവേർട്ട് ചെയ്താലും ഇതേ ആൻസർ കിട്ടും. അതായത് 3. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാണ്. അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3 2 -1 -2 അതെല്ലാം കൂടെ മൈനസ് ചെയ്യുക. അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ -2 കിട്ടും. ഇനി ഇതിന്റെ കൂടെ ഉള്ള സംഖ്യകൾ നോക്കുക. 3ന്റെ കൂടെ കിടക്കണ ഏതാണ്? 2/7 1/14 -1/7 -1/14. ഇതെല്ലാം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പൊ ഫ്രാക്ഷൻസ് ഇതിലില്ല. എന്തായാലും ഫ്രാക്ഷൻസ് ഒരിക്കലും ഇതിൽ വരില്ല. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഇനി ഫ്രാക്ഷൻസ് വരെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രാക്ഷൻസ് വരെയാണെന്ന് എഴുതുക. ഇവിടെ -2 കിട്ടി, ഇവിടെ 1/2 കിട്ടിയെന്ന് വിചാരിച്ചു. ഫ്രാക്ഷൻസ് ഉണ്ട്. ഈ ആൻസർ 0ന് പകരം 1/2 കിട്ടിയായിരിക്കും. -2 + 1/2 ആണ് നിങ്ങളുടെ ഉത്തരം. -2 + 1/2 ആയിരിക്കും ഉത്തരം.
ഫ്രാക്ഷൻസ് കിട്ടിയ ഇവിടെ ഫ്രാക്ഷൻസിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് -2 + 0 ആണ് ചെയ്യേണ്ടത്. -2ന്റെ കൂടെ 0 ആഡ് ചെയ്യുക. അപ്പൊ -2ന്റെ കൂടെ 0 ആഡ് ചെയ്ത് എത്ര വരും? -2 തന്നെയാണ് ഉത്തരം വരും. ഫൈനൽ ഉത്തരം. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറഞ്ഞാൽ ഫ്രാക്ഷൻ അല്ലാത്ത നമ്പർ, ഹോൾ നമ്പർ ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണം. അതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത്. കാരണം ഇവിടെ എളുപ്പമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2/7, 1/14, 1/7, 1/14 ഉണ്ട്. എല്ലാത്തിന്റെ LCM എന്ന് പറഞ്ഞാൽ 14 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ -2 ആണ് ഉത്തരം.